ഹലോ ഗൈസ്, ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു തണ്ണിമത്തനാണ് കേട്ടോ. എൻ്റെ അറിവിൽ പണ്ട് ഞാൻ എപ്പോഴോ ഈ ഒരു വരവരെയുള്ള തണ്ണിമത്തൻ കഴിച്ചൊരു ഓർമ്മയുണ്ട്. സാധാരണ കടകളിൽ ഇത് കാണാറില്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ കേട്ടോ, വേറെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കടകളിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. മറ്റേത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ളതും യെല്ലോ കളറിലുള്ള തണ്ണിമത്തനൊക്കെ ആണല്ലോ വാങ്ങൽ പതിവ്. അപ്പോൾ ഇന്ന് വെറൈറ്റി വേറൊരു ടൈപ്പാണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളൊന്നും കുഴപ്പമില്ലാത്ത പോലെയാണ്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണ്, മധുരമുണ്ടോ മധുരമില്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയ തന്നെ വേണം. അപ്പോൾ നമ്മൾ മുറിച്ച് നോക്കുകയാണ്. എനിക്ക് ശരിക്കും അമളി പറ്റിയൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ ഞാൻ സ്വതവേ തണ്ണിമത്തൻ അങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കലൊന്നും പതിവില്ല കേട്ടോ. പിള്ളേർക്കായാലും അത് നേരിട്ട് ഇതേപോലെ മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ജ്യൂസ് അടിക്കാൻ ഒന്നാമത് കുറച്ച് മടിയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രഷായിട്ട് കൊടുക്കുമ്പോൾ അവരങ്ങനെ കഴിച്ചോളും. പിന്നെ ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കൊടുത്താലായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ഗൈസ്, ഞാനിതിൻ്റെ ഇടയിൽ നിന്നും ഒരെണ്ണം എടുത്ത് കഴിച്ചു ഗൈസ്. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു അബദ്ധം മനസ്സിലായത്. തീരെ വായിൽ വെക്കാൻ കൊള്ളുന്നില്ല എന്ന് പറയാം. ഇതിൻ്റെ ആ അരികുവശം ഉണ്ടല്ലോ, അത് ഏതാണ്ട് വെന്ത പോലെ വാടി പോലെയായിരുന്നു. പിന്നെ ഉള്ളിലുള്ള ആ ഒരു ചുമപ്പ് നിറമുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് മാത്രമാണ് പിന്നെയും കുറച്ച് മധുരം ഉണ്ടായിരുന്നത്. എന്നാലും ഉള്ളിൽ ഏതാണ്ട് വാടി പോലെയായിരുന്നു. തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു നിറമുള്ള ആ ഒരു സൈഡ് വശം ഉണ്ടല്ലോ, ആ ഒരു വശത്ത് നിറച്ച് കുരുവായിരുന്നു. നമ്മളുടെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ളതും യെല്ലോ കളറിലുള്ളതിലും പുറമേ യെല്ലോ കളറിലുള്ള തണ്ണിമത്തനൊന്നും ഇത്രയും കുരുക്കൾ നമുക്ക് തോന്നിയിട്ടില്ല. തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നത്തെ ദിവസം എനിക്ക് അമിളി പറ്റിയ ദിവസമാണ് ഗൈസ്, അമിളി പറ്റിയ ദിവസം. അപ്പോൾ ഈ ഒരു ടൈപ്പ് തണ്ണിമത്തൻ വാങ്ങി പണി കിട്ടിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്